എക്സാം അറ്റൻഡ് ചെയ്തിട്ട് 5 മാർക്ക് പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? എങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ തീരെ മാർക്കില്ലാത്ത ആൾക്കാർക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ വേണ്ടിയിട്ട് കഴിയും. അതിനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ മാർക്ക് ഇൻക്രീസ് ചെയ്യണം, അതുപോലെ തന്നെ ഓരോ സ്റ്റേജിലും എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് എക്സാമ്പിൾ സഹിതം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ശ്രമിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നതാണ്. PSC എക്സാമിന് ഏത് എക്സാമിനായിക്കോട്ടെ, ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഇതും കോമൺ ആയിട്ട് എല്ലാ എക്സാമിനും ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്സാണ്. ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമ്മളെ PSC എക്സാമിൻ്റെ ഒരു OMR ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിൽ പറഞ്ഞിട്ടുള്ള സമയം ചിലതിന് 90 മിനിറ്റ് ആയിരിക്കും, ചിലതിന് 75 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ടൈം അനുസരിച്ചിട്ട് ആ ടൈം വെച്ചിട്ട് തന്നെ എക്സാം മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം ആൻസർ കീ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കിട്ടുന്നതാണ്. അപ്പം മാർക്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എത്രത്തോളം നെഗറ്റീവ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം ശരിയാവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മാർക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എത്ര നെഗറ്റീവ് വന്നിട്ടുണ്ട്, നെഗറ്റീവ് മാർക്ക് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു 50 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. അതിലിപ്പോൾ ഒരു 15 ക്വസ്റ്റ്യൻസാണ് ശരിയായിട്ട് വന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് 15-ൽ ഒരു 35 ക്വസ്റ്റ്യൻസും നെഗറ്റീവാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് മാർക്കടക്കം നിങ്ങളുടെ മാർക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ തന്നെ ആൻസർ കീ നോക്കിയിട്ട് അതിൽ ശരിയായിട്ടുള്ള ഉത്തരം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതൊരു 2-3 തവണ ഒന്ന് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സാമിൻ്റെ സിലബസ് ഏകദേശം മനസ്സിലാവുമല്ലോ. അതായത് നിങ്ങൾ ഓൾറെഡി സിലബസ് നോക്കിയിട്ടായിരിക്കും ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇല്ലാത്തവരാണെങ്കിൽ ആ സിലബസ്, നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിൻ്റെ സിലബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ആ സിലബസ് ഒന്ന് ഓടിച്ചു പോവുക. അതിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പാർട്ട് കണ്ടുപിടിക്കുക. അതായത് ആ എക്സാമിൽ ഏത് സെക്ഷനാണ്, GK സെക്ഷൻ ഉണ്ടാവും, ചിലതിൽ മലയാളം, ഇംഗ്ലീഷ് തുടങ്ങിയ സെക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഏതിനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനോടൊപ്പം തന്നെ ഏറ്റവും മാർക്ക് കുറഞ്ഞിട്ടുള്ള, അതായത് തീരെ സ്കോർ ചെയ്യാൻ പറ്റാത്ത ഏരിയ ഏതാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. ഇത് രണ്ടും നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്തായിട്ട് സിലബസ് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അതിൽ സിലബസിൽ നമുക്ക് മാറാൻ ചാൻസ് ഇല്ലാത്ത ടോപ്പിക്കുകൾ ഉണ്ടാവും. അതായത് അതിൽ കറണ്ട് അഫെയർസ് പോലെ മാറാൻ സാധ്യതയില്ലാത്ത ടോപ്പിക്കുകൾ ഉണ്ടാവും. ഇപ്പം ഞാൻ ടൈപ്പിസ്റ്റ് എക്സാമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിങ്, പിന്നെ GKയിൽ കുറച്ച് പാർട്ടും കൂടി നമുക്ക് മാറാത്തതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്രയും സെക്ഷൻസ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നത് ഇംഗ്ലീഷ്, മലയാളം വരാറുണ്ട്. അതിൽ ഗ്രാമറും മാറാറില്ല. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. അതിൽ നിങ്ങൾക്ക് ആ എക്സാമിന് കിട്ടിയിട്ടുള്ള നെഗറ്റീവ്സ് എത്രയാണ്, അതുപോലെ തന്നെ മാർക്ക് എത്രയാണ്, പിന്നെ അതിൽ ഏറ്റവും നിങ്ങൾക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയ, അതുപോലെ തന്നെ തീരെ സ്കോർ ചെയ്യാൻ പറ്റാത്ത ഏരിയ ഏതാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. സിലബസ് നോക്കിയിട്ട് അതിൽ കറണ്ട് അഫെയർസ് പോലെ മാറാത്ത ടോപ്പിക്കുകൾ അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ഗ്രാമർ പാർട്ട് അതും മാറാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് പറയുന്നത് ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓരോരുത്തരും പഠിക്കുന്ന മെത്തേഡ് വ്യത്യാസമാണ്. എങ്കിലും ഞാൻ പഠിക്കുന്ന രീതി, അതായത് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങളിലേക്ക് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഒരു പാർട്ട് എടുക്കുക, അത് പഠിക്കുക. പിന്നെ പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മാറാൻ ചാൻസ് ഇല്ലാത്ത ടോപ്പിക്കുകൾ, അത് ഓരോന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഒരു ടോപ്പിക്കല്ല പഠിക്കേണ്ടത്. അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഒരു ഏരിയ,
അപ്പോൾ ഞാൻ സിലബസിൽ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ പഠിക്കാൻ എളുപ്പമുള്ള ഒരു പാർട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് പഠിക്കാൻ എളുപ്പമുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ അത് പഠിക്കാൻ എളുപ്പമുള്ള ഒരു പാർട്ടായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ചിലർക്ക് GK ആയിരിക്കും. GKയിൽ കേരള നവോത്ഥാനം പഠിക്കാൻ എളുപ്പമുള്ള ഒരു പാർട്ടാണ്, അത് എടുക്കാം. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ മാറാൻ ചാൻസ് ഇല്ലാത്ത ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇതിൽ സിലബസിൽ നമുക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്, ടൈപ്പ് റൈറ്റിങ് അതിലേതെങ്കിലും ഒരു ടോപ്പിക് എടുക്കാം. പിന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കും എടുക്കാം. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ ഒരു ദിവസം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട ടോപ്പിക്കുകൾ ഏറ്റവും എളുപ്പമുള്ള പാർട്ട്, അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു പാർട്ട് എടുക്കുക. അതുപോലെ തന്നെ മാറാൻ ചാൻസ് ഇല്ലാത്ത ഒരു ടോപ്പിക് എടുക്കുക. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ടും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മിക്കവാറും രാവിലെ സമയം പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആ ഒരു ഏരിയ, അതിൻ്റെ പഠിക്കാൻ എടുക്കേണ്ട സമയം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല എനർജി കിട്ടുന്ന ആ ഒരു സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും മടുപ്പ് തോന്നുന്ന സമയത്ത് ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്ക്, അതായത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് പോകേണ്ടത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും മാക്സിമം കറണ്ട് അഫെയേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഓരോരുത്തർക്കും നമ്മൾ എളുപ്പമുള്ള ഏരിയ അതുപോലെ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏരിയയും ഒക്കെ വ്യത്യാസമുണ്ടാകും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. പഠനത്തോടൊപ്പം കൊണ്ടുപോകേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് റിവിഷനും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വർക്കൗട്ടും. റിവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പഠിക്കുന്നത് അന്നന്ന് രാത്രി നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് പോവുക. പിന്നെ നിങ്ങൾ ആഴ്ചയിൽ 7 ദിവസവും പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പഠിക്കുക. ശനി ഞായർ റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ പറയാം. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് അതുപോലെ തന്നെ നെഗറ്റീവ് എത്ര വരുന്നുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഓരോ ദിവസവും കൂടുന്തോറും നിങ്ങൾ നെഗറ്റീവ് മാക്സിമം കുറയ്ക്കുക. അതായത് അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെഗറ്റീവ് മാർക്ക് മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഈ എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആൻസർ കീ നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ആൻസർ അതിൽ നോട്ട് ചെയ്ത് വെക്കുക. അതൊരു 2-3 തവണ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും കാണും. അത് നല്ല രീതിയിൽ ഉറപ്പിച്ച് പഠിച്ചു വെക്കാം. പിന്നെ ചിലർക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അത് മനസ്സിലാക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് തനിയെ മാറും. പിന്നെ നിങ്ങൾ ഈ ഒരു പഠിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ പഠിക്കുന്ന സിലബസിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് അടക്കം എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓപ്ഷൻസ് എഴുതി വെച്ചതിന് ശേഷം ഒരു 1-2 ലൈന് ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ ആൻസർ മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അത് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അല്ലാതെ നിങ്ങൾ ഓപ്ഷൻസ് എഴുതിയിട്ട് ഓപ്ഷൻസിൻ്റെ മുകളിൽ ടിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അതുപോലെ നമ്മൾ ചില സിലബസിൽ നമ്മൾ ഓരോ സെക്ഷൻസ് പഠിക്കുമ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ സിലബസിൽ നിന്നല്ലാതെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് പുറത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അത് അതിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗുണമാണ്. നമ്മൾ സിലബസ് ഡീപ്പായിട്ട് പഠിക്കുമ്പം അതിൽ നിന്ന് നമുക്ക് കുറച്ച് ചിലപ്പം ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ 4 ഓപ്ഷൻസും ശ്രദ്ധിച്ച് വെക്കുക. ആ ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണെങ്കിൽ ആ ഓപ്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് ആ ഓപ്ഷൻസ് ആൻസറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പഠനം കുറച്ചുകൂടി എളുപ്പമാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻസിൽ വരുന്ന ഓപ്ഷൻസ് ഏകദേശം കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ടോപ്പിക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുമ്പം ചിലർ ഫസ്റ്റിലൊക്കെ മാർക്ക് കൂടി വരാതെ ചിലർക്ക് കുറഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക മീൻസ് പഠിക്കുന്നത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കൂടില്ല. മാക്സിമം റിവൈസ് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, അത് മാർക്ക് കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ റിവിഷൻ കുറവാണ് എന്നുള്ളതാണ്. അപ്പം മാക്സിമം റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ പറഞ്ഞ രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, മാക്സിമം റിവൈസ് ചെയ്യുക. ഓക്കെ, റിവിഷനാണ് നമുക്ക് ഏതൊരു എക്സാമിനും നല്ല രീതിയിൽ മാർക്ക് കിട്ടാനുള്ള ഏക മാർഗം. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിച്ച് നോക്കുക. എന്തായാലും നിങ്ങളുടെ മാർക്ക് കൂടുന്നതായിരിക്കും. റാങ്ക് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഇടം നേടാൻ വേണ്ടിയിട്ടും കഴിയും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.